السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. وقال سيدنا محمد صلى الله عليه وسلم: أنا أرسلت رحمة للعالمين. صدق الله مولانا العلي العظيم، وصدق وبلغنا رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ما إن مدحت محمدا بمقالتي ما إن مدحت محمدا بمقالتي لكن مدحت مقالتي بمحمد صلى الله عليه وسلم. അനുഗ്രഹീതവും പ്രൗഢവുമായ ഈ വേദിയുടെ സർവാദരണീയനായ അധ്യക്ഷൻ, കേരളത്തിലെ ആധികാരിക മതപണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും ദക്ഷിണ കേരളത്തിലെ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളിയുമായ അഭിവന്ദരായ ഉസ്താദ് ES ഹസൻ ഫൈളി ഈ പ്രൗഢമായ ചടങ്ങിനെ ഭക്തിനിർഭരമായ ദുആ കൊണ്ട് അനുഗ്രഹിച്ച സമസ്ത കേന്ദ്ര മുശാവറ അംഗം ഷെയ്ഖുന അൽ ഉസ്താദ് MM മുഹിയുദ്ദീൻ മൗലവി, ഈ വേദിയുടെ ഈ അനുഗ്രഹീതമായ വേദിയിൽ ആസനസ്ഥരായിട്ടുള്ള ആദരണീയരായ പണ്ഡിതന്മാർ, ബഹുമാന്യരായ സയ്യിദുമാർ, ആദരണീയരായ ഉമറാക്കൾ, വിവിധ മഹല്ലുകളുടെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും ബഹുമാന്യരായ ഭാരവാഹികൾ, ഈ ഹാളിൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും കർമ്മോത്സുകരായ പ്രവർത്തകർ, സുന്നത്തു ജമാഅത്തിന്റെ അനുയായികളും അനുഭാവികളുമായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, അതുപോലെ നമ്മുടെ ക്ലാസ് റൂം സംവിധാനത്തിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഈ പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അർഹമുറാഹിമായ രാജസയ്യിദായ അല്ലാഹു നമ്മുടെ ഈ കൂടലും പിരിയലും അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ സന്തോഷത്തോടെ, ഇതിലേറെ സന്തോഷത്തോടെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ വൈകിയ വേളയിൽ ഒരു സുദീർഘമായ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 9 മണിവരെ പ്രസംഗിക്കണം എന്നാണ് എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തു കൂടിയായ സ്വാഗത സംഘം കൺവീനർ കൂടിയായിട്ടുള്ള ഉസ്താദ് അഷ്റഫ് ഹുദവി പറഞ്ഞിട്ടുള്ളത്. ഇനിയും പ്രധാനപ്പെട്ട ചില ചടങ്ങുകൾ ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ നടക്കാനുള്ളതുകൊണ്ട് സുദീർഘമായി സംസാരിക്കാതെ ചില വിഷയങ്ങൾ മാത്രം സ്പർശിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ മുഖ്യ പ്രഭാഷണം അവസാനിപ്പിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ലോകൈക ഗുരു ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവിയുടെ 1490 വാർഷികം, 1491 ജന്മദിനം സമുചിതമായി മുസ്ലിം ലോകം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് എറണാകുളം ജില്ലാ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു മദ്ഹുർ റസൂൽ സംഗമവും സലാത്ത് മജ്ലിസും നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ മാത്രമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പരിധിക്കും പരിമിതിക്കും അകത്തു മാത്രമല്ല, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തു മാത്രമല്ല,
ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എവിടെയൊക്കെ മുസ്ലിം ജനപദങ്ങൾ ജീവിക്കുന്നുണ്ടോ അവിടെയൊക്കെ വളരെ സമുചിതമായി വിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഇതുപോലെയുള്ള ആഘോഷങ്ങളും ചടങ്ങുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം അതാണ്, മുസ്ലിം ഉമ്മത്തിന്റെ പൈതൃകം അതാണ്. കാരണം ലോകത്തിനാകമാനം കാരുണ്യമായി അവതീർണമായ നമുക്കൊക്കെ ഹിദായത്തിന്റെ വെളിച്ചം പകർന്നു തന്ന ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഓശാരമായി മാനവകുലത്തിന് നൽകിയിട്ടുള്ള വിശുദ്ധമായ മാസമാണിത്. അവിടുത്തെ തിരുപ്പിറവി കൊണ്ട് അനുഗ്രഹീതമായ മാസമാണിത്. ഈ മാസം കടന്നു വരുമ്പോ, ആ പരിശുദ്ധമായ ദിവസം കടന്നു വരുമ്പോ അതിൽ പ്രത്യേകമായി സന്തോഷിക്കാതിരിക്കാൻ വിശ്വാസികളായ ഒരാൾക്കും സാധ്യമാവുകയില്ല. എന്നാൽ നമ്മുടെ ഇടയിൽപ്പെട്ട ചില വിരലിലെണ്ണാവുന്ന ചില ആളുകൾ, ചില ദൗർഭാഗ്യവാന്മാരായ ഹതഭാഗ്യവാന്മാരായ ആളുകൾ ഇത്തരം ആഘോഷങ്ങളും ഇത്തരം ചടങ്ങുകളും അനിസ്ലാമികമാണ് എന്ന് പറയാനും അതുമായി ഇസ്ലാമിന് ഒരു പുലബന്ധം പോലുമില്ല, കേരളത്തിലെ മുസ്ലിയാക്കന്മാർ അവരുടെ ഉദരപൂരണത്തിന് വേണ്ടി നടത്തുന്ന കേവലമായ അധര വ്യായാമം മാത്രമാണ് ഈ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ദൗർഭാഗ്യവാന്മാരായ ചില ആളുകളുണ്ട്. അവർ വിശുദ്ധമായ റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞാൽ വ്യാപകമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു, പ്രഭാഷണങ്ങൾ നടത്തുന്നു, ലേഖനങ്ങൾ എഴുതുന്നു, ഫ്ലെക്സുകൾ ഒട്ടിക്കുന്നു, പോസ്റ്ററുകൾ ഒട്ടിക്കുന്നു, നബിദിനം അനിസ്ലാമികമാണ് എന്ന് സ്ഥാപിക്കാൻ. നമ്മുടെ മൗലിദിന്റെ സദസ്സുകൾ അതൊക്കെ ബിദ്അത്താണ്, ഖുറാഫത്താണ്, കുറച്ചുകൂടി പരിധി കടന്ന് ശിർക്കാണ്, കുഫ്റാണ് എന്നൊക്കെ പറയാനും സ്ഥാപിക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങളും ക്യാമ്പയിനുകളും നടന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അത്തരം ആളുകളോട് സുന്നത്തു ജമാഅത്തിന്റെ പ്രതിനിധികളും അനുയായികളും അനുഭാവികളും എന്ന നിലയിൽ നമുക്ക് വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഈ നബിദിനം ആഘോഷിക്കുന്നത്, ഇതുപോലെയുള്ള മദ്ഹുർ റസൂലിന്റെ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്, ഇതുപോലെയുള്ള മൗലിദിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്, നബിദിന ഘോഷയാത്രകൾ നടത്തുന്നത്, പാടിയും പറഞ്ഞും അവിടുത്തെ അപദാനങ്ങളും പ്രകീർത്തനങ്ങളും നമ്മൾ പുകഴ്ത്തുന്നത്, വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അവിടുത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന്റെയും സ്നേഹത്തിന്റെയും ഹുബ്ബിന്റെയും ഇഷ്കിന്റെയും പ്രകടനം എന്ന നിലയിലാണ്. ആ ഹുബ്ബിന്റെയും ഇഷ്കിന്റെയും പ്രകടനത്തിന് തെളിവ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അതിന് പ്രമാണങ്ങളുണ്ടോ എന്ന് തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന സ്വാഭാവികമായ വികാരമാണ്, മാനസികമായ വികാരമാണ് സ്നേഹം എന്ന് പറയുന്നത്. അത് സാധാരണ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ, ഒരു മാതാവും മക്കളും തമ്മിൽ, സഹോദരീ സഹോദരങ്ങൾ തമ്മിൽ, അങ്ങനെ സാധാരണഗതിയിലുണ്ടാവുന്ന മാനുഷികമായ ബന്ധങ്ങൾ തമ്മിലുണ്ടാവുന്ന സ്നേഹമെന്ന് പറയുന്ന വികാരം, ആ വികാരം നമുക്ക് എങ്ങനെയും പ്രകടിപ്പിക്കാം, ആ വികാരം നമുക്ക് എങ്ങനെയും പ്രദർശിപ്പിക്കാം. ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളില്ല, നിയതമായ രൂപങ്ങളില്ല, അതിന് പ്രമാണങ്ങളുണ്ടോ തെളിവുകളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതില്ല. ഇത് സാധാരണക്കാരായ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന്റെയും സ്നേഹത്തിന്റെയും വിഷയമാണെങ്കിൽ, പ്രണയപ്രപഞ്ചമായ സ്നേഹമെന്ന് പറയുന്ന വികാരം ആരിലാണോ ചെന്നവസാനിക്കുന്നത്, ആ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്കുള്ള ഇഷ്ടത്തിന്റെ പ്രകടനം, നമുക്കുള്ള സ്നേഹത്തിന്റെ പ്രകടനം, നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളേറെ സ്നേഹിക്കാൻ ബാധ്യതപ്പെട്ട, നമ്മൾ ഇഷ്ടപ്പെടാൻ കടപ്പെട്ട, സ്വന്തം ശരീരത്തിന്റെ താല്പര്യങ്ങളെക്കാളേറെ നമ്മൾ പരിഗണിക്കാൻ കടപ്പെട്ടിട്ടുള്ള ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ വിഷയത്തിൽ ആർക്കും ഒരു തർക്കമില്ല. വിശുദ്ധമായ ഖുർആൻ വളരെ നസ്സായി ആ വിഷയം പറഞ്ഞതാണ്. തിരുസുന്നത്ത് വളരെ കൃത്യമായി അത് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളോട് അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ അടുത്തു നിൽക്കുന്നയാളാണ്. സ്വന്തം ശരീരത്തോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്, ഏറ്റവും കൂടുതൽ ബാധ്യതകളുള്ളത്. ആ ശരീരത്തിന്റെ താല്പര്യത്തിനാണ് മറ്റെല്ലാ താല്പര്യങ്ങളെക്കാളും നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. എന്നാൽ ആ ശരീരത്തിന്റെ താല്പര്യങ്ങളെക്കാളേറെ
സ്വന്തം ശരീരത്തെക്കാളേറെ നമ്മൾ സ്നേഹിക്കാൻ ബാധ്യതപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രവാചകരോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ പ്രകടനം, നമ്മുടെ ഇഷ്ടത്തിന്റെ പ്രകടനം ഏതു രീതിയിലും ആവാം. അതിന് ഖുർആനിൽ തെളിവ് വേണമെന്നില്ല, തിരുസുന്നത്തിൽ അതിന് പ്രമാണം ആവശ്യമില്ല. മുൻ മാതൃകകൾ പുണ്യനബി ചെയ്തിട്ടുണ്ടോ, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ, താബീയങ്ങളും തബൂത്താബീയങ്ങളും ചെയ്തിട്ടുണ്ടോ, ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽപ്പെട്ട പൂർവ്വസൂരികളായ മഹാന്മാര് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമിന്റെ പരിധിക്കും പരിമിതിക്കും അകത്തു നിന്നുകൊണ്ട്, ഇസ്ലാമിന്റെ അതിർത്തിക്കകത്തു നിന്നുകൊണ്ട് ഏതു രീതിയിലുള്ള സ്നേഹപ്രകടനവും ആവാം. അതാണ് നബിദിനാഘോഷങ്ങളിലൂടെ നമ്മൾ നടത്തുന്നത്. ഇത് ഞാൻ പറയുന്നത് എന്റെ സ്വന്തം അഭിപ്രായം എന്ന നിലയിലല്ല, സാധുവായ ഏടയായ എന്റെ സ്വന്തം നിരീക്ഷണം എന്ന നിലയിലല്ല. ഇത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചതാണ്. ഇത് മഹാരഥന്മാരായ സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബിയാണ്. മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹായുടെ പുത്രനാണ്. ഹിജ്റയ്ക്കു ശേഷം മുസ്ലിങ്ങളുടെ കുടുംബത്തിൽ ആദ്യം ജനിച്ച കുട്ടിയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഉമിനീര് സ്വന്തം ശരീരത്തോട് ചേർന്ന മഹാനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അവ്വാം റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ കയ്യിൽ ഒരു ദിവസം, വിശദീകരിക്കല്ല ചുരുക്കി പറയുകയാണ്, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ശരീരത്തിൽ കൊമ്പ് വെച്ച് ഒഴിവാക്കേണ്ട കുറച്ച് രക്തം ഒരു പാത്രത്തിലാക്കിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളുടെ കയ്യിൽ കൊടുത്തു. കൊമ്പ് വെക്കുക എന്ന ഒരു ചികിത്സാ രീതി തിബ്ബുൻ നബിയിൽ, പ്രവാചക വൈദ്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് രോഗങ്ങൾ, ശാരീരികമായ വേദനകൾ, അതിനൊക്കെ കാരണം നമ്മുടെ ശരീരത്തിലുള്ള ചീഞ്ഞ രക്തത്തിന്റെ സാന്നിധ്യമാണ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കി കളയേണ്ട രക്തത്തിന്റെ സാന്നിധ്യമാണെന്ന് പഠിപ്പിച്ചു ത്വബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ വിശ്വജ്ഞനായിരുന്ന ഡോക്ടറായിരുന്ന ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് വൈദ്യശാസ്ത്ര രീതികളുണ്ട്, ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊമ്പ് വെക്കുക, അല്ലെങ്കിൽ ഹിജാമ. ആധുനിക ഭാഷയിൽ ഹിജാമ തെറാപ്പി എന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ പരസ്യങ്ങളിൽ കാണാറുണ്ട്. ആ ഹിജാമ നടത്തിയിട്ട് കൊമ്പ് വെച്ചിട്ട് തന്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയ, ശരീരത്തിന് അപകടകരമാവുന്ന ചീഞ്ഞ രക്തം ഒരു പാത്രത്തിലാക്കിയിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ അബ്ദുള്ള, നീ ഈ രക്തം കൊണ്ടുപോയി ആരും കാണാത്ത സ്ഥലത്ത് ഒഴിവാക്കിയിട്ട് തിരിച്ചു വരണം. ആരുമില്ലാത്ത, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിജനമായ ഒരു പ്രദേശത്ത് കൊണ്ടുപോയി ഈ രക്തം ഒഴിവാക്കി നീ തിരിച്ചുവാ എന്ന് പറഞ്ഞ ആ രക്തത്തിന്റെ പാത്രം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളുടെ കയ്യിൽ കൊടുത്തു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ ആ രക്തത്തിന്റെ പാത്രവുമായി, ചോരയുടെ പാത്രവുമായി ആരും കാണാത്ത വിജനമായ ഒരു സ്ഥലത്ത് ചെന്ന് നിന്നിട്ട് ചിന്തിച്ചു, സുബ്ഹാന ജല്ല വഅല, എന്റെ കയ്യിലുള്ളത് ഒരു സാധാരണക്കാരന്റെ രക്തമല്ല, അഷ്റഫുൽ ഖൽക്കായ സർവ അണ്ടകടാഹങ്ങളും സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്, നബിയെ അങ്ങില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ഭൂമി സൃഷ്ടിക്കുമായിരുന്നില്ല, ഈ ആകാശം സൃഷ്ടിക്കുമായിരുന്നില്ല, സൂര്യചന്ദ്ര താരാദികളെ സൃഷ്ടിക്കുമായിരുന്നില്ല, ഈ ബഹറും നെഹറും സൃഷ്ടിക്കുമായിരുന്നില്ല, ഈ അണ്ടകടാഹങ്ങൾ ഒന്നും സൃഷ്ടിക്കുമായിരുന്നില്ലെന്ന് സൃഷ്ടാവായ തമ്പുരാൻ നേരിട്ട് അഭിസംബോധന ചെയ്ത ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തമാണ് എന്റെ കയ്യിലുള്ളത്. അത് ഒഴിവാക്കിക്കളഞ്ഞാൽ, അത് ഒഴിവാക്കിക്കളയുന്നതിനേക്കാൾ നല്ലത് അത് കുടിക്കലാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം എന്റെ ശരീരത്തോട് ചേരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി തങ്ങൾ ആ രക്തം കുടിച്ചു. ഇബ്നു സുബൈർ തങ്ങൾ ആ രക്തം കുടിച്ചു എന്നു മാത്രമല്ല, ആ രക്തത്തിന്റെ പാത്രം നക്കി തുടച്ച് വൃത്തിയാക്കി. ഈ കാഴ്ച കണ്ടുകൊണ്ട് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ വഴിയിൽ വരുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കാണുന്ന കാഴ്ച, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ ഒരു പാത്രം ഇങ്ങനെ നക്കി കുടിക്കുന്നതാണ്. അദ്ദേഹം കരുതിയത് എന്തെങ്കിലും പാനീയം, എന്തെങ്കിലും വിശിഷ്ടമായ പാനീയം ഉള്ള ഒരു പാത്രമായിരിക്കും എന്നാണ്. അങ്ങനെ രണ്ടാളും ഇലാ ഹളറത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് വന്നു.
നമ്മുടെ പ്രവർത്തകര്, സംഘാടകര് ബക്കറ്റുമായി നിങ്ങളെ സമീപിക്കുന്നുണ്ട്. സ്വാഭാവികമായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഉണ്ടാവുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുന്ന ഈ അനുഗ്രഹീതമായ മജ്ലിസിലേക്ക് എല്ലാവരും കയ്യയച്ച് സഹായിക്കണം. അള്ളാഹു നമ്മുടെ സമ്പത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളും സൽമാനുൽ ഫാരിസി തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി തങ്ങളോട് ചോദിച്ചു, അബ്ദുല്ലാ, ഞാൻ തന്ന രക്തം നീ ആരും കാണാത്ത സ്ഥലത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത് ഒഴിവാക്കിയോ മോനെ? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളോട് പുണ്യനബിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് സൽമാനുൽ ഫാരിസിക്ക് മനസ്സിലായത്, അബ്ദുള്ള കുടിച്ചത് എന്തെങ്കിലും പാനീയമല്ല, പുണ്യനബിയുടെ രക്തമാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ പറഞ്ഞു, ഞാനത് ഒഴിവാക്കി നബിയെ, ആരും കാണാത്ത സ്ഥലത്ത് തന്നെ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ സൽമാനുൽ ഫാരിസ് പറഞ്ഞു, അല്ല, അബ്ദുള്ള കളവ് പറയുകയാണ് നബിയെ, അബ്ദുള്ള രക്തം കുടിച്ചിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്. പുണ്യനബി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളോട് ചോദിച്ചു, നീ ആ രക്തം കുടിച്ചിട്ടുണ്ടാകും അല്ലേ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ പറഞ്ഞു, അതെ, ഞാനത് കുടിച്ചിട്ടുണ്ട്. ആരും കാണാത്ത സ്ഥലത്താണ് ഒഴിവാക്കിയത്, അത് സത്യമാണ്. ആരും കാണാതെ തന്റെ വയറ്റിലേക്ക് ഒഴിച്ചു കളഞ്ഞു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ ആ രക്തം കുടിച്ചു അല്ലേ? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ പറഞ്ഞു, അതെ. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളോട് ചോദിച്ചത്, എന്റെ രക്തം കുടിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്നല്ല, എന്റെ രക്തം കുടിക്കാൻ ഹദീസിൽ തെളിവുണ്ടോ എന്നല്ല. ഞാൻ പറഞ്ഞോ നിന്നോട് ആ രക്തം കുടിക്കാൻ, ആ രക്തം ഒഴിവാക്കാനല്ലേ പറഞ്ഞത്, പിന്നെ എന്തിന് നീ കുടിച്ചു എന്ന് ചോദിച്ചു. പോയി ഷഹാദത്ത് കലിമ മാറ്റി ചെല്ലുക, നീ ചെയ്തത് ശിർക്കാണ്, കുഫ്റാണ്, ബിദ്അത്താണ്, ഖുറാഫത്താണ് എന്നല്ല ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. നമുക്ക് എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് ബിദ്അത്ത്, എന്താണ് സുന്നത്ത് എന്ന് പഠിപ്പിച്ച മാനുഷകത്തിന്റെ മഹാചാര്യനായ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളോട് പറഞ്ഞ, മോനെ, എന്നാൽ നിന്റെ ശരീരത്തെ നരകം സ്പർശിക്കുകയില്ല. നിന്റെ ശരീരത്തെ ഒരു കാരണവശാലും ഒരു കാലത്തും ഒരു നിമിഷത്തേക്ക് പോലും നരകം സ്പർശിക്കുകയില്ല. കാരണം നിന്റെ ശരീരത്തിൽ, നിന്റെ സിരകളിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്റെ രക്തമാണ്. പ്രവാചകരുടെ ശരീരത്തെ നരകം സ്പർശിക്കുകയില്ല. പ്രവാചകന്റെ ശരീരത്തിന്റെ ഭാഗമായ രക്തമാണ് നിന്റെ സിരകളിൽ ഓടുന്നത്, നിന്റെ ശരീരത്തിൽ ഓടുന്നത്. അതുകൊണ്ട് മോനെ, നിന്റെ ശരീരത്തെ നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും പ്രമാണം നോക്കിയില്ല, സ്വഹാബികൾ പ്രമാണം നോക്കിയില്ല, വഹാബികൾ പ്രമാണം അന്വേഷിക്കുന്നു. ആരുടെ കൂടെ നിൽക്കണം എന്ന് തീരുമാനിക്കേണ്ട നമ്മളാണ്. സ്വഹാബിമാർ പ്രവാചകരോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാൻ പ്രമാണങ്ങൾ അന്വേഷിച്ചില്ല എന്നു മാത്രമല്ല, രക്തം നജസാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത് കുടിക്കൽ നിഷിദ്ധമാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം മാത്രം അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. പുണ്യനബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഖുർആനിലില്ല. എന്നിട്ടും അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ രക്തം കുടിച്ചു. അതുതന്നെ നമുക്ക് തെളിവാ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അംഗീകരിച്ചു. അതിനപ്പുറം മറ്റൊരു തെളിവ് ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാചകരോടുള്ള പ്രണയത്തിന്റെ പ്രകടനത്തിന് നമ്മൾ തെളിവ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് ഇസ്ലാമിന്റെ പരിധിക്കും പരിമിതിക്കും അകത്തു നിന്നുകൊണ്ട് ഏതു രീതിയിലും ആ പ്രകടനം നമുക്കാവാം. അതാണ് നബിദിനത്തിലൂടെ, ഇത്തരം മജ്ലിസുകളിലൂടെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നു. ആ അപദാനങ്ങളും പ്രകീർത്തനങ്ങളും നമ്മൾ നിരന്തരമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിലെന്താ തെറ്റ്? അതിലെന്താ തെറ്റ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തോ ഒരു വിദ്വേഷമുള്ളതുപോലെ, എന്നാലും ഇത്രയൊക്കെ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകൾ, അവരോട് നമ്മൾ ചോദിക്കുന്നു, എന്താണ് പുണ്യനബിയെ കുറിച്ച് പറയാനുള്ളതിന്റെ പരിധി എന്താ? അതിന്റെ പരിമിതി എന്താ? പുണ്യനബിയെ കുറിച്ച് മദ്ഹ് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കില്ല, ഒരിക്കലും അവസാനിക്കില്ല. ഒരിക്കലും അവസാനിക്കാത്ത പ്രകീർത്തനത്തിന്റെ മഹാപ്രപഞ്ചമാണ്
ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപദാനങ്ങളുടെ കരകാണ കടലാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ കുറിച്ച് നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയാം. അതിന്റെ പരിധി ഏതാ? അതിന്റെ പരിധി നമുക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ തുതിറൂനി കമാ അതിറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. സാധാരണഗതിയിൽ നബിദിനാഘോഷങ്ങളെ എതിർക്കാൻ വേണ്ടി വഹാബികൾ ഓതുന്ന ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ലാ തുതിറൂനി കമാ അതിറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. എന്നാൽ യഥാർത്ഥത്തിൽ അത് നബിദിനാഘോഷത്തിനുള്ള തെളിവാണ്. പുണ്യനബിയെ എത്രയും മദ്ഹ് പറയാം എന്നതിനുള്ള തെളിവാണ്. ഒരു മനുഷ്യനാണ് എന്ന പരിധിക്കകത്ത് വെച്ചുകൊണ്ട് ദൈവികതയുടെ പരിധിയിലേക്ക് കടക്കാതെ, ഉലൂഹിയത്തിന്റെ റുബൂബിയത്തിന്റെ പരിധിയിലേക്ക് കടക്കാതെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എത്രയും എങ്ങനെയും മദ്ഹ് പറയാം എന്നതിന് തെളിവാണ് ആ ഹദീസ്. ലാ തുതിറൂനി കമാ അതിറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നസ്രാനികൾ പറഞ്ഞതുപോലെ, ക്രൈസ്തവർ പറഞ്ഞതുപോലെ മാത്രം എന്നെ കുറിച്ച് നിങ്ങൾ പറയരുത്. എന്താ ഈസ ഇബ്നു മറിയം, ഈസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ക്രൈസ്തവർ പറഞ്ഞതെന്താ നമുക്കറിയാം. ഈസാ നബി അലൈഹിസ്സലാം ദൈവമാണെന്ന് പറഞ്ഞു, ദൈവപുത്രനാണെന്ന് പറഞ്ഞു, ദൈവത്തിന്റെ അംശമാണെന്ന് പറഞ്ഞു, ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് എന്ന് ക്രൈസ്തവർ പറഞ്ഞു. അതുപോലെ നിങ്ങൾ എന്നെ ദൈവമാക്കരുത്, നിങ്ങൾ എന്നെ ദൈവത്തിന്റെ പുത്രനാക്കരുത്, എന്നിൽ ദൈവത്തിന്റെ അംശം നിങ്ങൾ ആരോപിക്കരുത്. അതിനപ്പുറം ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് പറയാം. ലാ തുതിറൂനി കമാ അതിറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ ക്രൈസ്തവർ അതിരുവിട്ടതുപോലെ അതിരുവിടാതെ ഒരു മനുഷ്യനെ കുറിച്ച് എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയാം. അങ്ങനെ ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും തീരാത്ത അപദാനങ്ങളുടെ, പ്രകീർത്തനങ്ങളുടെ മഹാസമുദ്രമാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ അപദാനങ്ങൾ, പ്രകീർത്തനങ്ങൾ നിരന്തരമായി വാഴ്ത്തപ്പെടണമെന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ താല്പര്യമല്ല, കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരുടെ താല്പര്യമല്ല, മുസ്ലിയാക്കന്മാരുടെ താല്പര്യമല്ല, അത് ഏതെങ്കിലും സംഘടനകളുടെയോ ഏതെങ്കിലും വ്യക്തികളുടെയോ താല്പര്യമല്ല. അത് അള്ളാഹുവിന്റെ താല്പര്യമാണ്. അത് അള്ളാഹുവിന്റെ താല്പര്യമാണ്. വറഫഅനാ ലക ദിക്റക്. നബിയെ, അങ്ങയുടെ പേരിനെ, അങ്ങയുടെ പ്രശസ്തിയെ നാം ഉയർത്തിയിരിക്കുന്നു. വറഫഅനാ ലക ദിക്റക്. ഒരു പരിധിയും ഒരു പരിമിതിയും വെക്കാതെയാണ്, ഒരു മാനദണ്ഡവും വെക്കാതെയാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. വറഫഅനാ ലക ദിക്റക്. നബി, അങ്ങയുടെ ഓർമ്മകളെ, അങ്ങയുടെ സ്മരണയെ നമ്മൾ ഉണർത്തിയിരിക്കുന്നു. എത്ര വരെ ഉയർത്തി എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അറബി ഭാഷയുടെ ആ പ്രത്യേകമായ ശൈലി അനുസരിച്ച് എത്രയും ഉയർത്തിയിരിക്കുന്നു. അതിന് പരിധിയില്ല, അതിന് പരിമിതിയില്ല, അതിന് മാനദണ്ഡങ്ങളില്ല. വറഫഅനാ ലക ദിക്റക്. നബിയെ, അങ്ങേ നാം ഉയർത്തിയിരിക്കുന്നു. എത്ര വരെ ഉയർത്തി എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അതിന്റെ പരിധി പറഞ്ഞിട്ടില്ല, അതിന്റെ പരിമിതി പറഞ്ഞിട്ടില്ല. വറഫഅനാ ലക ദിക്റക്. അപ്പൊ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ നിരന്തരമായി പ്രകീർത്തിക്കപ്പെടണമെന്നത്, നിരന്തരമായി അനുസ്മരിക്കപ്പെടണം എന്നത് വിശുദ്ധമായ ഖുർആനിന്റെ താല്പര്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആലോചിച്ച് നോക്കുക, ഏത് നിമിഷവും പ്രവാചകർ പ്രകീർത്തിക്കപ്പെടാത്ത, അവിടുന്ന് ഓർമ്മിക്കപ്പെടാത്ത, അവിടുന്ന് അനുസ്മരിക്കപ്പെടാത്ത ഒരു നിമിഷം പോലും ഭൂമിയിലോ ആകാശത്തോ കഴിഞ്ഞു പോകുന്നില്ല. അള്ളാഹു തന്നെ വിശുദ്ധമായ ഖുർആനിൽ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ വളരെ കൃത്യമായി പറഞ്ഞു, അള്ളാഹുവും അവന്റെ മാലാഖമാരും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നുണ്ട്, അവിടുത്തെ അനുസ്മരിക്കുന്നുണ്ട്, അവിടുത്തെ ഓർക്കുന്നുണ്ട്, അവിടുത്തെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും അത് ചെയ്യണം. അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ എവിടെയും ഞാനും എന്റെ മലക്കുകളും നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഞാനും എന്റെ മലക്കുകളും വ്രതമനുഷ്ഠിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വ്രതമനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഞാനും എന്റെ മലക്കുകളും ഹജ്ജ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. ഞാനും എന്റെ മലക്കുകളും സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. ആ ഒരു പ്രത്യേകമായ ശൈലി വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു
പ്രത്യേകമായ ശൈലി സ്വീകരിച്ചിട്ടുള്ളത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനും അവിടുത്തെ സനാവ് പറയാനും അവിടുത്തെ മദഹ് പറയാനും അവിടുത്തെ പ്രശംസിക്കാനും അവിടുത്തെ അപദാനങ്ങൾ പാടി പുകഴ്ത്താനും പറയുമ്പോൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന്റെ മഹത്വം വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണല്ലോ മഹാനായ ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടവും അവിടുത്തെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തലും ഖൈറുൽ അമൽ, ഏറ്റവും നല്ല പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനം, പ്രതിഫലാർഹമായ പ്രവർത്തനമാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തുക, അവിടുത്തെ മദ്ഹ് പറയുക എന്നത്. അങ്ങനെ ഒരു മജ്ലിസിലാണ് നമ്മൾ ഇരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാനുള്ള മാർഗം അസൽ ഇലാഹു ബിഹി യബ്ലഗുൽ ആ മദ് കാരണമായി, പ്രവാചകരോടുള്ള ഹുബ്ബ് കാരണമായി അസൽ ഇലാഹു ബിഹി യബ്ലഗുൽ അമൽ, എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കപ്പെടും. നമ്മുടെ ഭൗതികവും ഉഖ്റവിയുമായ പാരത്രികവും ദുന്യവിയുമായ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാനുള്ള, ആ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാനുള്ള മാർഗമാണ് പ്രവാചകരുടെ മദ്ഹ് പറയുക എന്ന് മഹാനായ ആശിക്കീങ്ങളുടെ നേതാവായ കേരളത്തിൽ നിന്ന് കടന്നു ചെന്നിട്ട് പരിശുദ്ധമായ മദീനയിൽ ഹുജറത്തു ഷരീഫായിൽ ഈത്തപ്പന കുലകളുടെയും മുന്തിരിപ്പൂവള്ളികളുടെയും ശീതളച്ചായിൽ ലോകത്തിന്റെ നായകൻ പരിലസിക്കുന്ന ഹുജറത്തു ഷരീഫായുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് അറബികളെപ്പോലും അത്ഭുതപ്പെടുത്തുമാറ് ശുദ്ധമായ അറബി ഭാഷയിൽ പ്രവാചകാനുരാഗത്തിന്റെ കാവ്യ തല്ലജങ്ങൾ പാടി അത്ഭുതം സൃഷ്ടിച്ച മഹാനായ ഖാദി ഉമർ ബിലങ്കൂത്തി റഹിമഹുല്ല പറഞ്ഞത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മദ്ഹ് പറയുക, അത് വലിയ ഇബാദത്താണ്, അത് പ്രതിഫലാർഹമായ ഒരു കർമ്മമാണ്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ അഭീഷ്ടങ്ങളും നമ്മുടെ അഭിലാഷങ്ങളും നിറവേറാനുള്ള മാർഗമാണ് എന്ന് മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ മദ്ഹ് എങ്ങനെ പറഞ്ഞാലും അവസാനിക്കുകയില്ല. അതുകൊണ്ടാണ് പുണ്യനബിയെക്കുറിച്ച് ഏറ്റവും മനോഹരമായി പഠിച്ച, ഏറ്റവും മനോഹരമായി വരച്ചുവെച്ച, ഏറ്റവും മനോഹരമായി ലോകത്തിന് മുന്നിൽ ചിത്രീകരിച്ച ആശിക്കീങ്ങളുടെ ചക്രവർത്തിയായ മഹാനായ ഇമാമുന ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി, ബുർദയുടെ രചയിതാവ്, ബുർദയോളം മനോഹരമായി പുണ്യനബിയെ വിശദീകരിച്ച മറ്റൊരു കാവ്യഗ്രന്ഥമുണ്ടോ? ആ കാവ്യഗ്രന്ഥത്തിന്റെ കർത്താവായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പോലും അവസാനം പുണ്യനബിയുടെ മഹത്വത്തിന്റെ മുന്നിൽ തൂലിക വെച്ച് കീഴടങ്ങിയിട്ട് പറഞ്ഞത് വമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. കൃത്യമായി പുണ്യനബിയെ മനോഹരമായി വിശദീകരിച്ചു, പുണ്യനബിയെക്കുറിച്ച് കൃത്യമായി പഠിച്ചു. എന്നിട്ട് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ പുണ്യനബിയെക്കുറിച്ച് ഇത്രകാലം ആഴത്തിൽ ഗാഢമായി പഠിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരേ ഒരു യാഥാർത്ഥ്യം വമബ്ലഗുൽ ഇൽമി, എന്റെ ഇൽമിന്റെ വായത്ത്, എന്റെ ഇൽമിന്റെ അങ്ങേയറ്റം എനിക്കാകെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അന്നഹു ബശറു, അവിടുന്ന് ഒരു മനുഷ്യനാണ് എന്നാണ്. ഇത് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, പുണ്യനബി സാധാരണ മനുഷ്യനാണ് എന്ന് ഇവിടെയുള്ള മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും അതുപോലെയുള്ള ബിദ്അഈ പ്രസ്ഥാനങ്ങളും പറയുന്ന പോലെയുള്ള ഒരു പ്രസ്താവനയല്ല. പുണ്യനബി ഒരു മനുഷ്യനാണ്. പുണ്യനബി ദൈവമല്ല, ഉലൂഹിയത്തിന്റെ റുബൂബിയത്തിന്റെ ദിവ്യത്വത്തിന്റെ ഒരംശവുമില്ലാത്ത ഒരു മനുഷ്യനാണ്. അന്നഹു ബശറുൻ, ഒരു മനുഷ്യനാണ്. മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനാണ്, പക്ഷേ സാധാരണ മനുഷ്യനല്ല. വഹാബികൾ പറയുന്നത് പോലെ, ബിദ്അകൾ പറയുന്നത് പോലെ സാധാരണ മനുഷ്യനല്ല. ചില ആളുകളൊക്കെ പുണ്യനബിയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വേദന തോന്നിപ്പോവും. സാധാരണ ഒരു അറബി പയ്യൻ എന്നൊക്കെയാണ് ചില ആളുകൾ പുണ്യനബിയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. നഊദുബില്ലാ, അല്ലാഹു അത്തരം ആളുകളുടെ ചതിവലയിൽ പെടാതെ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ അഖീദയും നമ്മുടെ ആദർശവും നമ്മുടെ ആശയവും അടിയുറച്ച് അത് ദൃഢമായി മുറുകെ പിടിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി,
മുഹമ്മദ് നബി മനുഷ്യനാണ്, പക്ഷെ സാധാരണ മനുഷ്യനല്ല. ഏതുപോലെ? യാഖൂത്തുൻ ഹജറുൻ ലാക്കൽ ഹജരി. നമ്മുടെ ഗ്രൗണ്ടിൽ, നമ്മുടെ മുറ്റത്തുള്ള ഒരു ചെറിയ ചരൽക്കല്ലിന്റെ കഷ്ണം, ഒരു ചെറിയ പാറക്കല്ലിന്റെ കഷ്ണം, അതും ഒരു കല്ലാണ്. എന്നാലോ ലക്ഷങ്ങളും കോടികളും വിലമതിക്കുന്ന വൈഡൂര്യം, വജ്രം, മുത്തുകൾ, രത്നങ്ങൾ, അതും കല്ലാണ്. രണ്ടും കല്ലാണ്. രണ്ടും ഒരേ ജനുസിൽപ്പെട്ടതാണ്, രണ്ടും ഒരേ ഇനത്തിൽപ്പെട്ടതാണ്, രണ്ടും കല്ലു തന്നെയാണ്. പക്ഷേ ഈ ചരൽക്കല്ലിന്റെ കഷ്ണത്തിന്, ഈ പാറക്കല്ലിന്റെ കഷ്ണത്തിന് നായ എറിയാൻ പോലും പറ്റൂലെങ്കിൽ ഈ വൈഡൂര്യത്തിന്റെ ഒരു കഷ്ണം ലക്ഷങ്ങളും കോടികളും വിലമതിക്കുന്നതാണ്. അതുപോലെ മുഹമ്മദുൻ ബശറുൻ ലാക്കൽ ബശരി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്, ലാക്കൽ ബശരി, എല്ലാ മനുഷ്യരെയും പോലെയല്ല. ومبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. ഞാൻ ഇത്രയൊക്കെ പഠിച്ചു, ഇത്രയൊക്കെ ഗവേഷണം നടത്തി, എന്നിട്ട് എനിക്കാകെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടുന്ന് ഒരു മനുഷ്യനാണ് എന്നാണ്, അവിടുന്ന് സർവ്വ സൃഷ്ടികളിലും അത്യുന്നതരാണ് എന്ന് മനസ്സിലാക്കാനല്ലാതെ അതിനപ്പുറം ആ മഹത്വത്തിന്റെ വിശാലമായ ലോകത്തേക്ക് കടന്നു പോകാനോ അത് തിരിച്ചറിയാനോ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞത് മഹാനായ ഇമാമുന ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഭരണകാലത്ത് ഒരു സംഭവം ഉണ്ടായി, ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഒരു യഹൂദിയായ പണ്ഡിതൻ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ സന്നിധിയിൽ വന്നു. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാം ഖലീഫ, കിഴക്കിനെയും പടിഞ്ഞാറിനെയും ഒരുപോലെ വിറപ്പിച്ച വീരവ്യാഗ്രം സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ ഒരു ജൂതനായ മനുഷ്യൻ വന്നു. എന്നിട്ട് പറഞ്ഞു, അഖ്ബിർനി അൻ അഖ്ലാഖി റസൂലിക്കും, നിങ്ങളുടെ പ്രവാചകന്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച്, അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് ഉമർ തങ്ങളെ അങ്ങ് എനിക്ക് വിശദീകരിച്ചു തരണം, എനിക്ക് പറഞ്ഞു തരണമെന്ന് ഒരു ജൂതനായ പണ്ഡിതൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ അയാളോട് പറഞ്ഞു, സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിങ്ങൾ പോകണം, പുണ്യ നബിയെ കുറിച്ച് വിശദീകരിച്ചു തരാൻ ഏറ്റവും യോഗ്യൻ ബിലാൽ റളിയല്ലാഹു അൻഹുവാണ്. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയ്യിദത്ത് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലിയാര് തങ്ങളുടെ അടുത്ത് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അദ്ദേഹമാണ് പുണ്യനബിയെ കുറിച്ച് വിശദീകരിച്ചു തരാൻ ഏറ്റവും യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ആ ജൂതനായ പണ്ഡിതൻ അലിയാര് തങ്ങളുടെ അടുത്തെത്തി. അലിയാര് തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം, എന്റെ പ്രവാചകന്റെ, ഞങ്ങളുടെ പ്രവാചകന്റെ സ്വഭാവ ഗുണങ്ങൾ ഞാൻ വിശദീകരിച്ചു തരാം, അവിടുത്തെ മഹത്വം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. ഈ ഭൗതികമായ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും പേര്, ഭൗതികമായ ലോകത്ത് പടച്ച തമ്പുരാൻ സംവിധാനിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ വസ്തുക്കളുടെയും പേര് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ എന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണഗണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, അതെങ്ങനെ പറയാനാണ് അലിയാരെ, അതെങ്ങനെ പറയാനാണ്? ഈ ലോകത്തുള്ള സകലമാന വസ്തുക്കളും ഒരാൾക്ക് എണ്ണിത്തീർക്കാൻ കഴിയുമോ? അതിന്റെ പേര് പറഞ്ഞു തീർക്കാൻ കഴിയുമോ? അത് അസാധ്യമാണല്ലോ, അത് ഞാൻ എങ്ങനെ ചെയ്യും? അപ്പൊ അലിയാര് തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞ മറുപടി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തിന്റെ നിദർശനമാണ്. അലിയാര് തങ്ങൾ പറഞ്ഞു, എന്നാൽ ഈ ഭൗതികമായ ലോകത്തെ സുഖസൗകര്യങ്ങളെക്കുറിച്ച്, ഈ ഭൗതികമായ ലോകത്ത് പടച്ച തമ്പുരാൻ സംവിധാനിച്ചിട്ടുള്ള സകലമാന വസ്തുക്കളെക്കുറിച്ചും അള്ളാഹു പരിചയപ്പെടുത്തിയത് കുൽ മതാഉദ് ദുനിയാ ഖലീൽ എന്നാണ്. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഈ ഭൗതികമായ ലോകത്തുള്ള സകലമാന വസ്തുക്കളും ഖലീൽ, വളരെ കുറച്ചാണ് എന്നാണ്. വിശുദ്ധമായ ഖുർആനിന്റെ പരാമർശം അങ്ങനെയാണ്, ഖലീലുൻ, വളരെ 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 കുറച്ചാണ്. ഈ ഭൗതികമായ ലോകത്ത് പടച്ച തമ്പുരാൻ മാനുഷ്യകുലത്തിന്റെ ആവശ്യത്തിന് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള സകലമാന വസ്തുക്കളും അതിൽപ്പെട്ടു. കുൽ മതാഉദ് ദുനിയാ ഖലീൽ, വളരെ 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 കുറച്ചാണ്. എന്നാലോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞതെന്താ? ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, മഹത്തായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയെ അങ്ങ്. പുണ്യനബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ ഉപയോഗിച്ചത് അളീം,
വളരെ ഗൗരവതരമായ, വളരെ മഹത്തായ, വളരെ വണ്ണമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയെ അങ്ങ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. അതേ ഖുർആൻ ഭൗതികമായ സുഖസൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞത് മതാഉദ് ദുനിയാ ഖലീൽ, ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ വളരെ കുറവാണ്. വളരെ വളരെ കുറവായ ദുനിയാവിലെ സുഖസൗകര്യങ്ങളെക്കുറിച്ച് പറയാനോ വിശദീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ വളരെ വളരെ മഹത്തായ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരും? ഇത് തന്നെ പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, അത് അസാധ്യമാണ് എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ എങ്ങനെ എനിക്കിത് പറയാൻ കഴിയും, ഇത് പറഞ്ഞു തീർക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ആ ജൂതനായ മനുഷ്യനെ തിരിച്ചയച്ചു മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതാണ് പുണ്യനബി. ഒരിക്കലും പറഞ്ഞു തീരാൻ കഴിയാത്ത, ആർക്കും പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത മഹത്വം ആ പുണ്യനബിയെക്കുറിച്ച് നമുക്ക് കഴിയുന്നതൊക്കെ, നമ്മുടെ കഴിവിന്റെ പരിധിയിൽപ്പെട്ടതൊക്കെ പറയാം. അത് പറയാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ എത്രമാത്രം വലിയ വിഡ്ഢികളാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഹബീബായ റസൂലുള്ളാഹിന്റെ പേര് തന്നെ എന്താ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് തന്നെ എന്താ? മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്താ അതിന്റെ അർത്ഥം? ഹംദ് എന്ന അറബി പദത്തിൽ നിന്ന് നിഷ്പന്നമായതാണല്ലോ മുഹമ്മദ്. ഹംദിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഹംദ് എന്ന അറബി പദത്തിന്റെ ധാതുവിന്റെ അർത്ഥം സ്തുതി എന്നാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവൻ, സ്തുതിക്കപ്പെടേണ്ടവൻ എന്നാണ്. പുണ്യനബിയുടെ മറ്റൊരു പേര്, ഈസ നബി അലൈഹിസ്സലാം തന്റെ ജനതയ്ക്ക് പരിചയപ്പെടുത്തിയ പേര് ഇസ്മുഹു അഹ്മദ് എന്നാണ്. ആ പേരിന്റെയും അർത്ഥം സ്തുതിക്കപ്പെടേണ്ടവൻ എന്നാണ്, അവദാനങ്ങൾ വാഴ്ത്തിപ്പാടേണ്ടവൻ എന്നാണ്. ആ പേര് ആര് കൊടുത്തതാ? നമുക്കൊക്കെ പേരിട്ടതാരാ? നമ്മുടെ മാതാപിതാക്കൾ. നല്ല രസമുള്ള പേര്, നല്ല കേൾക്കാൻ ഇമ്പമുള്ള പേര് എന്ന നിലക്കാ നമുക്കൊക്കെ പേരിട്ടത്. നമ്മളെ പേരും ഇസ്മും മുസമ്മയും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമ്മളെ പേരും നമ്മുടെ വ്യക്തിത്വവും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പേര്, അത് പടച്ച തമ്പുരാന്റെ തീരുമാനമാണ്, അത് പടച്ച തമ്പുരാന്റെ തെരഞ്ഞെടുപ്പാണ്. ലോക ചരിത്രത്തിൽ, മാനവ ചരിത്രത്തിൽ ആദ്യമായി മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തന്റെ പ്രിയപ്പെട്ട മകന്റെ മകൻ ഭൂജാതനായി 7ാമത്തെ ദിവസം വിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി കഅബയെ സാക്ഷി നിർത്തി, കഅബയുടെ റബ്ബിനെ സാക്ഷി നിർത്തി മഹാനായ അബ്ദുൽ മുത്തലിബ് തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടപ്പോൾ ഖുറൈശികൾ ചോദിച്ച ചോദ്യം മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ മഹാനായ മഖ്ദൂം തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഖുറൈശികൾ ചോദിച്ചു, മാ സമ്മൈത ബിനക യാ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ്, ഞങ്ങളുടെ അഭിവന്ദരായ നായക, അങ്ങയുടെ മകനി എന്ന് പറഞ്ഞാൽ മകന്റെ മകനി, പേരക്കുട്ടിക്ക് അങ്ങ് എന്തു പേരാണ് നൽകിയത്? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, സമ്മൈതുഹു മുഹമ്മദ, ഞാൻ എന്റെ കുട്ടിക്ക് മുഹമ്മദ് എന്ന പേരാണ് നൽകിയത്. ഖുറൈശികൾ അത്ഭുതപ്പെട്ടു. റഗിബ്ത അൻ അസ്മാഇ ആബായിക, നിങ്ങളുടെ പിതാക്കളുടെയോ പ്രപിതാക്കളുടെയോ നമ്മുടെ വംശാവലിയുടെ ചരിത്രത്തിൽ എവിടെയും കാണാത്ത ഒരു പേര്, നമുക്കാർക്കും പരിചയമില്ലാത്തൊരു പേര്, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പേര്. നമ്മുടെ പ്രപിതാക്കന്മാരുടെ പേരുകൾ ഒട്ടേറെ ഉണ്ടായിട്ടും അതൊക്കെ മാറ്റിവെച്ചിട്ട് എന്തിനാണ് നമുക്കപരിചിതമായ ഈ ഒരു പുതിയ പേര് നൽകിയത് എന്ന് ഖുറൈശികൾ ചോദിച്ചിട്ടുണ്ട്. അവരാരും അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല. അങ്ങനെ ഒരു നാമം ലോക ചരിത്രത്തിൽ ആദ്യമായി വെക്കപ്പെടുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. അബ്ദുൽ മുത്തലിബ് പറയുന്ന ഒരു മറുപടി മങ്കൂസ് മൗലിദിൽ നമുക്കൊക്കെ പാരായണം ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്ത് കേട്ടത് ഓർമ്മയുണ്ട്. അറത്തു അൻ യഹ്മിദഹു മൻ ഫിൽ ഗബ്റാ, ലോകത്തുള്ള സകലമാന ആളുകളും എന്റെ മകനെ പ്രശംസിക്കണമെന്ന്, ആ മകന്റെ സ്തുതി പാടണമെന്ന്, ആ മകന്റെ പ്രകീർത്തനങ്ങൾ ആലപിക്കണമെന്ന്, അവിടുത്തെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എന്റെ കുട്ടിക്ക് മുഹമ്മദ് എന്ന പേരിട്ടത്. ലോക ചരിത്രത്തിൽ പരിചയമില്ലാത്ത ആ പുതിയ പേര് അബ്ദുൽ മുത്തലിബിന് എവിടെ നിന്ന് കിട്ടി? ആ പുതിയ പേര് അബ്ദുൽ മുത്തലിബിന് എവിടെ നിന്ന് കിട്ടി?
അത് അല്ലാഹു അബ്ദുൽ മുത്തലിബിന് പ്രത്യേകമായ ദിവ്യബോധനം നൽകിയതാണ്. അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിൽ തോന്നിച്ചു കൊടുത്ത ഇർഷാദായി നൽകിയിട്ടുള്ള പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേരിന്റെ തന്നെ താല്പര്യം അവിടുന്ന് നിരന്തരമായി സ്തുതിക്കപ്പെടണം എന്നാണ്. ആ പേരിന്റെ തന്നെ താല്പര്യം അവിടുത്തെ മദ്ഹ് നിരന്തരമായി പറയപ്പെടണമെന്നാണ്. അത് പടച്ച തമ്പുരാന്റെ തീരുമാനമാണ്. അത് പടച്ച തമ്പുരാന്റെ തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ പേരിൽ തന്നെ ആ പേരിന്റെ അർത്ഥം വിളിച്ചറിയിക്കുന്ന ഒരു പേരിന്റെ ഉടമയെ പ്രശംസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എത്രമേൽ വലിയ വിഡ്ഢിത്തമാണ്. മാത്രമല്ല, ആ പേരിന്റെ അത്ഭുതത്തെക്കുറിച്ച്, ആ പേരിൽ ഒളിഞ്ഞുകിടക്കുന്ന സിറുകളെക്കുറിച്ച് മഹാന്മാരായ സൂഫി വര്യന്മാർ, ആത്മജ്ഞാനികളായ പണ്ഡിതന്മാർ വളരെ ചിന്തനീയമായ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹു ഏകനാണ്. അഹദ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേരാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകരുടെ പേരോ ഇസ്മുഹു അഹ്മദ്. ഇസ്മുഹു അഹ്മദ്. അഹ്മദ് എന്നാണ് പ്രവാചകരുടെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പേര് അഹ്മദ് എന്നാണ്, പ്രവാചകരുടെ പേര് അഹ്മദ് എന്നാ. അള്ളാഹുവിന്റെ പേര് അഹദ് എന്നാണ്, പ്രവാചകരുടെ പേര് അഹ്മദ് എന്നാ. ഈ രണ്ട് പേരുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ രണ്ട് പേരുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു മീമിന്റെ വ്യത്യാസമാണ്. അഹദിലില്ലാത്ത ഒരു മീമ് അഹ്മദിൽ എക്സ്ട്രയായി അധികമായുണ്ട്. ഇതാണ് ഈ രണ്ട് പേരുകളും തമ്മിലുള്ള വ്യത്യാസം. മഹാന്മാരായ സൂഫി പണ്ഡിതന്മാർ, ആത്മജ്ഞാനികളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, ആ മീമ് മനുഷ്യനെ സൂചിപ്പിക്കുന്ന മീമാണ്. അഹദിലില്ല, അഹ്മദിലുള്ള മീമ് മനുഷ്യനെ സൂചിപ്പിക്കുന്ന മീമാണ്. അതായത് ലോകത്തെ എല്ലാ ഭാഷകളിലും ഏതു ഭാഷ എടുത്തു പരിശോധിച്ചാലും മനുഷ്യനെ സൂചിപ്പിക്കുന്ന പദങ്ങളിലൊക്കെ മീം എന്ന അക്ഷരം അല്ലെങ്കിൽ ആ ശബ്ദം നമുക്ക് കാണാൻ കഴിയും. മലയാളത്തിൽ മനുഷ്യൻ എന്ന് പറയും. കുറച്ചുകൂടി സംസ്കൃതീകരിച്ചാൽ സാഹിത്യ ഭാഷയിൽ മർത്യൻ എന്ന് പറയും, മനുജൻ എന്ന് പറയും, മാനവൻ എന്ന് പറയും. എങ്ങനെ പറഞ്ഞാലും അതിലൊക്കെ മീം എന്ന ശബ്ദമുണ്ട്. ഇംഗ്ലീഷിൽ മാൻ എന്ന് പറയും, അതിലും മീം എന്ന ശബ്ദമുണ്ട്. ഉറുദുവിൽ ആദ്മി എന്ന് പറയും, അല്ലെങ്കിൽ മർഅ് എന്ന് പറയും, മർദ് എന്ന് പറയും, അതിലും മീം എന്ന ശബ്ദമുണ്ട്. പേർഷ്യൻ ഭാഷയിൽ മർദ് എന്ന് പറയും മനുഷ്യന്, അതിലും മീം എന്ന ശബ്ദമുണ്ട്. അറബി ഭാഷയിൽ മർഅ് എന്ന് പറയും, അതിലും മീം എന്ന ശബ്ദമുണ്ട്. തമിഴിൽ മനുജൻ എന്ന് പറയും, അതിലും മീം എന്ന ശബ്ദമുണ്ട്. ദ്രാവിഡ ഭാഷകളിലൊക്കെ ഏതാണ്ട് സമാനമായ പദപ്രയോഗങ്ങൾ നടത്തും, അതിലൊക്കെ മീം എന്ന ശബ്ദം നമുക്ക് കാണാം, മാ എന്ന ശബ്ദം കാണാം. ആ ഒരു ശബ്ദമാണ്, മനുഷ്യനെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് അഹ്മദിലുള്ള മീമ് എന്ന് മഹാന്മാരായ ആത്മജ്ഞാനികളായ ആരിഫീങ്ങളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പൊ അഹദായ തമ്പുരാന്റെ ആ പരിധിയിലേക്ക് അങ്ങോട്ട് കടക്കാതെ മനുഷ്യനായ അഹ്മദിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യനെ കുറിച്ച് എന്തൊക്കെ പറയാൻ പറ്റുമോ, എന്തൊക്കെ മഹത്വം, എന്തൊക്കെ നന്മ, അതൊക്കെ പറയാം എന്നാണ് അതിന്റെ താല്പര്യം എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരമായി അവിടുത്തെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്നത്. നമ്മൾ മാത്രമല്ല, അബ്ദുൽ മുത്തലിബ് നേരത്തെ അഭിലഷിച്ചതുപോലെ മുഹമ്മദ് എന്ന പേരിനെ അക്ഷരത്തിലും അർത്ഥത്തിലും സാക്ഷാത്കരിക്കുന്നത് പോലെ അവിടുത്തെ കുറിച്ച് പഠിച്ച ആളുകൾ മുഴുവൻ അവിടുത്തെ കുറിച്ച് മഹത്വം മാത്രം പറഞ്ഞു. അവിടുത്തെ തിരിച്ചറിയാതെ അന്ധൻ ആനയെ കണ്ടത് പോലെ, അന്ധന്മാർ ആനയെ കാണാൻ പോയതുപോലെ ആ മഹത്വത്തിന്റെ, ആ വ്യക്തിത്വത്തിന്റെ മഹത്വം തിരിച്ചറിയാത്തവർ, ചില ആളുകൾ, ബുദ്ധിശൂന്യരായ ആളുകൾ മാത്രം അവിടുത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചപ്പെടും. വളരെ കൃത്യമായി, സത്യസന്ധമായി, നിഷ്പക്ഷമായി അവിടുത്തെ കുറിച്ച് ആരൊക്കെ പഠിച്ചിട്ടുണ്ടോ അവരൊക്കെ അവിടുത്തെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തുകയായിരുന്നു. മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങളായ ചിന്തകന്മാർ, മുസ്ലിങ്ങളായ സാഹിത്യകാരന്മാർ, മുസ്ലിങ്ങളായ കവികൾ, മുസ്ലിങ്ങളായ വ്യക്തിത്വങ്ങൾ പ്രവാചകരെ പ്രശംസിക്കുന്നത് വലിയ അത്ഭുതമല്ല. കാരണം സ്വന്തം നേതാവിനെ അനുയായികൾ പ്രശംസിക്കുന്നു, അത് വലിയ അത്ഭുതമല്ല. എന്നാൽ അമുസ്ലിങ്ങളായ ചിന്തകന്മാർ, അമുസ്ലിങ്ങളായ എഴുത്തുകാർ, അമുസ്ലിങ്ങളായ കവികൾ, അമുസ്ലിങ്ങളായ ശാസ്ത്രകാരന്മാർ, അമുസ്ലിങ്ങളായ വ്യക്തിത്വങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പഠിച്ചിട്ട് അവിടുത്തെ കുറിച്ച് പറഞ്ഞ അപദാനങ്ങൾ എത്രയാണ്?
അവിടുത്തെ കുറിച്ച് പറഞ്ഞ പ്രകീർത്തനങ്ങൾ എത്രയാണ്? നമ്മളൊക്കെ സാധാരണഗതിയിൽ ഉദ്ധരിക്കാറുള്ളതാണല്ലോ. മൈക്കിളെ ചാട്ട് എന്ന് പറയുന്ന ക്രൈസ്തവനായ ചരിത്ര പണ്ഡിതന്റെ ലോകപ്രശസ്തമായ ഗ്രന്ഥം ദ 100 എന്ന് പറയുന്ന ഗ്രന്ഥം. ലോകത്തെ മാനവ ചരിത്രത്തെ കാലാകാലങ്ങളിൽ നിയന്ത്രിക്കുകയും ആ ചരിത്രത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുള്ള ചരിത്ര പുരുഷന്മാരെക്കുറിച്ച് 100 ചരിത്ര പുരുഷന്മാരെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥം. അതിൽ യേശു ദി ക്രൈസ്റ്റ് ഉണ്ട്. മഹാനായ സയ്യിദുന ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. മോശെ പ്രവാചകനെ കുറിച്ച് ആ ഗ്രന്ഥത്തിലുണ്ട്. ഹിറ്റ്ലറെ കുറിച്ചുണ്ട്, മുസ്സോളിനിയെ കുറിച്ചുണ്ട്. അതുപോലെ തന്നെ ലോക ചരിത്രത്തെ നിർണായകമായി സ്വാധീനിച്ചിട്ടുള്ള മഹാന്മാരെ കുറിച്ചുണ്ട്. ബുദ്ധന്റെ പേരുണ്ട്, ജൈനന്റെ പേരുണ്ട്, അതുപോലെ പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെ പേരുണ്ട്. സാഹിത്യകാരന്മാർ, ഹോമറിനെ പോലെയുള്ള പ്രഗത്ഭന്മാരായ സാഹിത്യകാരന്മാരുടെ പേരുണ്ട്. ഐസക് ന്യൂട്ടനെ പോലുള്ള, അതുപോലെയുള്ള ആൽവ എഡിസൺ, തോമസ് ആൽവ എഡിസനെ പോലെയുള്ള പ്രഗത്ഭന്മാരായ ശാസ്ത്രകാരന്മാരുടെ പേരുണ്ട്. സാമൂഹിക പരിഷ്കർത്താക്കളുടെ പേരുണ്ട്. ലോക ചരിത്രത്തെ നിർണായകമായ അർത്ഥത്തിൽ സ്വാധീനിച്ചിട്ടുള്ള മഹാന്മാരുടെ പേരുകൾ പരാമർശിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ 1-ാം സ്ഥാനത്ത് മൈക്കിളെ ചാട്ട് എന്ന് പറയുന്ന ക്രൈസ്തവനായ ചരിത്ര പണ്ഡിതൻ പ്രതിഷ്ഠിച്ചത് നമ്മുടെ ചങ്കിലെ ചോരയായ, നമ്മുടെ കണ്ണിലുണ്ണിയായ, കരളിന്റെ കഷ്ണമായ, നമ്മുടെ ജീവന്റെ നാദമായ, ജീവിതത്തിന്റെ തുടിപ്പായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഈ ഗ്രന്ഥം പുറത്തിറങ്ങിയപ്പോ യൂറോപ്പിലെങ്ങും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. സ്വന്തം നേതാവ്, സ്വന്തം മതത്തിന്റെ ആചാര്യനായ യേശു ദി ക്രൈസ്റ്റിനെ 2-ാം സ്ഥാനത്ത് നിർത്തിയിട്ട് 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ കാലഘട്ടത്തിൽ കാട്ടാളരായ അറബികളിലേക്ക് നിയോഗിതനായ മുഹമ്മദ് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ പ്രവാചകനെ എന്തിന് മൈക്കിളെ ചാട്ട് 1-ാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു എന്നതിനെക്കുറിച്ച് വലിയ വാഗ്വാദങ്ങൾ ഉണ്ടായി. ഗ്രന്ഥകാരന്റെ വിലാസത്തിലേക്കും പബ്ലിഷേഴ്സിന്റെ പുസ്തക പ്രസാധകരുടെ ഓഫീസിലേക്കും കത്തുകൾ ഒഴുകാൻ തുടങ്ങി. സർപ്രൈസ് ചില he was the only one leader. മുഹമ്മദ് നബി ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ദ ഓൺലി വൺ ലീഡർ, ഒരേ ഒരു നായകൻ. ലോക ചരിത്രത്തിൽ മാനവരാശിക്ക് നേതൃത്വം നൽകി കടന്നുപോയിട്ടുള്ള നേതാക്കളുടെ പട്ടികയിൽ ഒരേ ഒരു ലീഡർ ഹു വോൺ ഇൻ ബോത്ത് മെറ്റീരിയൽ ആൻഡ് റിലീജിയസ് ലെവൽസ്. മതപരമായും മതേതരമായും വിജയ വൈജയന്തി പറപ്പിച്ച ഒരു നേതാവ് ലോക ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പ്രവാചകൻ മുഹമ്മദാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിശേഷിപ്പിച്ചത് ക്രൈസ്തവ പാതിരിയായിരുന്ന മൈക്കിളെ ചാട്ടാണ്. ഇസ്ലാമിക വിരോധിയായിരുന്ന മൈക്കിളെ ചാട്ട്. പറയുമ്പോൾ അതുകൂടി പറയണം. ഈ ഗ്രന്ഥത്തിൽ തന്നെ പ്രവാചകരെ കുറിച്ച് പറയുന്നിടത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വ്യാപകമായ ശ്രമങ്ങൾ അയാൾ നടത്തുന്നുണ്ട്. ഇസ്ലാമിന്റെ കടുത്ത വിരോധിയായിരുന്ന മൈക്കിളെ ചാട്ടിന് പോലും സമ്മതിക്കേണ്ടി വന്നു ലോകത്തെ നേതാക്കളെന്ന നേതാവ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നൂറ്റാണ്ടുകൾക്കപ്പുറം അബ്ദുൽ മുത്തലിബിന്റെ വാക്കുകൾ അറത്തു അൻ യഹ്മിദഹു മൻ ഫിൽ ഖബ്റാ, അല്ലാഹു സാക്ഷാത്കരിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ പുണ്യനബിയെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ
ആഘോഷങ്ങളും അനുബന്ധമായ കാര്യങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഹുബ്ബുൽ വത്തൻ, ഹുബ്ബുൻ നബി, ഹുബ്ബുൽ വത്തൻ എന്ന ഒരു പ്രത്യേകമായ ടൈറ്റിലിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ഈ പരിശുദ്ധമായ പ്രസ്ഥാനം കേരളത്തിൽ സുന്നത്തു ജമാഅത്തിന്റെ നേരായ വഴിയാണ്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാം തന്നെയാണ്. ഇസ്ലാമും സുന്നത്തു ജമാഅത്തും രണ്ടല്ല, രണ്ടും ഒന്നു തന്നെയാണ്. ആ സുന്നത്തു ജമാഅത്തിന്റെ കേരളത്തിലെ യഥാർത്ഥ പ്രതിനിധാനമായ പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളും മഹാന്മാരായ സയ്യിദുമാരും നിറഞ്ഞ പണ്ഡിതന്മാരും ഔലിയാക്കളും സ്ഥാപിക്കുകയും അതുപോലെയുള്ള നേതാക്കൾ കാലാകാലങ്ങളിൽ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പ്രയത്നിച്ചും വളർത്തി പടുത്തുയർത്തി കേരള മുസൽമാന്റെ ആത്മാഭിമാനത്തിന്റെ ഹേതുകം പോലെ ഇന്ന് വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പരിശുദ്ധമായ ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം നമ്മുടെ ജില്ലയിൽ അതിന്റെ ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിനെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ആ ഒരു ദൗത്യവുമായി, ആ ഒരു ബൃഹത്തായ പദ്ധതിയുമായി പരമാവധി സഹായിക്കാനും സഹകരിക്കാനും എല്ലാവരും തയ്യാറാകണമെന്ന് ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തിന്റെ വിനീതനായ ഒരു ഖാദിം എന്ന നിലയിൽ നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ അടുത്തതായി ഇതിന്റെ ഒരു സമാപന ഇനം എന്ന നിലയിൽ പരിശുദ്ധമായ ഒരു സലാത്ത് മജ്ലിസ് നടക്കുകയാണ്. മഹാനായ ശൈഖുന അത്തിപ്പറ്റ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ തവ്വലല്ലാഹു ഉംറഹു, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ. മൗലിദാണ്, സലാത്ത് കഴിഞ്ഞു. അപ്പം ആ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് തവ്വലല്ലാഹു ഉംറ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെ ഒരു സമുദ്ധാരകൻ എന്ന് പറയാവുന്ന, നമ്മുടെ കാലഘട്ടത്തിലെ ഒരു വിസ്മയം എന്ന് പറയാവുന്ന അത്ഭുത വ്യക്തിത്വമാണ് മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് തവ്വലല്ലാഹു ഉംറ. മുഹിയുസ്സുന്ന എന്ന് വിശേഷിപ്പിക്കാവുന്ന പുണ്യനബിയുടെ സുന്നത്തുകൾ പുണ്യനബി പഠിപ്പിച്ചു തന്ന ആ കാര്യങ്ങൾ, അങ്ങനെ അവിടുത്തെ സുന്നത്തിനെ കുറിച്ച് വാതോരാതെ പ്രസംഗിക്കാൻ നമുക്കൊക്കെ കഴിയും, അതിനെക്കുറിച്ച് ലേഖനം എഴുതാൻ കഴിയും. എന്നാൽ ആ സുന്നത്തുകളെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർത്തുക എന്നത് പ്രയാസകരമായ ഒരു ദൗത്യമാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത മാതൃകകളെ അങ്ങനെ തന്നെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തി ഭൗതികമായ സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും ഒക്കെ നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും എത്രയോ ഉണ്ടായിട്ടും ദുന്യാവിനെ തലാക്ക് ചൊല്ലി ഭൗതികമായ സുഖസൗകര്യങ്ങൾ വേണ്ട എന്ന് വെച്ച് സമൂഹത്തിന്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി ഈ വാർദ്ധക്യ കാലഘട്ടത്തിലും ജീവിതത്തിന്റെ സായന്തനത്തിലും തന്റെ ശാരീരികമായ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും പരിഗണിക്കാതെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഓടി നടക്കുന്ന സമുദായത്തിന്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടിയും മുഖ്റവിയായ വിജയത്തിന് വേണ്ടിയും മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്ന ആ മഹാമനീഷിയുടെ ഇജാസത്തോടുകൂടി നടത്തപ്പെടുന്ന സലാത്ത് മജ്ലിസ് എന്നതിന് പുണ്യമേരട്ടിയാൻ, സലാത്തിന് തന്നെ സ്വതവേ പുണ്യമുണ്ട്, അത് പ്രത്യേകമായി ഇജാസത്ത് പ്രകാരമാകുമ്പോൾ അതിന് എക്സ്ട്രാ പുണ്യമാണ്. അങ്ങനെ ഒരു സലാത്ത് മജ്ലിസ് ഇവിടെ ആലുവയിൽ എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ നമ്മൾ പലരും പങ്കെടുക്കുന്നവരാണ്. നമ്മൾ പങ്കെടുക്കുകയും നമ്മളാൽ കഴിയുന്നവരെ അതിൽ പങ്കെടുപ്പിക്കുകയും അതിന്റെ പ്രചാരകരും അതിന്റെ പ്രബോധകരുമായി അതിനൊരു വമ്പിച്ച വിജയമാക്കി മാറ്റിയെടുക്കാനും അതുവഴി നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലുമൊക്കെ ആത്മീയമായ ചലനം സൃഷ്ടിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് സംഘാടകർക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. മാ അസബത്തു മിൻ ഖൗലി ഹാദാ മിൻ നിഅമത്തി റബ്ബി വമഹ്ളി ഫളിഹി വമാ അഖ്തഅതു മിൻ നഫ്സി വമിനശ് ശൈത്വാൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളൊക്കെ നിങ്ങളുടെ എല്ലാ ദുആകളിലും സാധുവായ എന്നെയും പ്രത്യേകം ഉൾപ്പെടുത്തണം എന്ന് വസിയ്യത്ത് ചെയ്യുന്നു.